ബദരീങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയ കാവലാണ്. ആ കാവൽ നമുക്കെപ്പോഴും നമ്മുടെ നാടിന് വേണം, നമുക്കെല്ലാവർക്കും വേണം. അതിന് നമ്മൾ ഈ നാട്ടിൽ നടക്കുന്ന, മാസത്തിൽ നടക്കുന്ന ഈ മഹദറത്തുൽ ബദരിയ മജ്‌ലിസിൽ എല്ലാവരും സംബന്ധിക്കണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അതോടൊപ്പം നമ്മൾ ഇന്നിവിടെ അനുസ്മരിക്കുന്നത് രണ്ട് പ്രഗത്ഭരായ ആളുകളെയാണ്. ഒന്ന്, നമ്മുടെ നാടിന്റെയൊക്കെ വലിയ ആത്മീയ നേതൃത്വമായിരുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് ത്വാഹിറുൽ അഹ്ദൽ തങ്ങൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, നമ്മുടെ ജമാഅത്തിന്റെ ഭരണഘടനയിലെ ഉപദേശക സമിതിയിൽ ഒരാൾ ബഹുമാനപ്പെട്ട സയ്യിദ് ത്വാഹിറുൽ അഹ്ദൽ തങ്ങളാണ്. കാരണം ഈ വടക്കേ മലബാറിന്റെ ഈ പ്രദേശത്ത് എല്ലാ സ്ഥലങ്ങളിലും വലിയ ആത്മീയമായ നേതൃത്വം നൽകിയ വലിയ ഒരു മഹാനെയാണ് നമുക്ക് വളരെ പെട്ടെന്ന് നഷ്ടപ്പെട്ടത്. അദ്ദേഹത്തിന്റെ 19ാമത് ഉറൂസ് കഴിഞ്ഞ ആഴ്ച മുഹിമ്മാത്തിൽ വെച്ചുകൊണ്ട് നടന്നു. അള്ളാഹു തങ്ങൾ ഉസ്താദിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു നീക്കിത്തരുമാറാകട്ടെ. കാരണം ആ വലിയ സാത്വികനായ സയ്യിദ് ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത, ഒരു പുൽക്കുടിയെ പോലും വേദനിപ്പിക്കാതെ പരിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങളെ നെഞ്ചേറ്റി അത് സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി തന്റെ ചെറിയ പ്രായത്തിൽ ഒരുപാട് കഠിനാധ്വാനം ചെയ്ത ഒരു വ്യക്തിത്വമാണ്. നമ്മുടെ നാട്ടിൽ ഈ പള്ളി ഉദ്ഘാടനത്തിന് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ വന്നിരുന്നു. അള്ളാഹു അവിടുത്തെ ദറജ വർദ്ധിപ്പിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സ്ഥാപനവും ആ സയ്യിദ് അവറുകളും ഇന്നും സമൂഹത്തിൽ അവിടത്തെ ആത്മീയമായ വെളിച്ചം നമുക്കെല്ലാവർക്കും വലിയ സന്തോഷമാണ്. ആ മഹാന്റെ കറാമത്തുകൾ ധാരാളം നമുക്ക് മുന്നിൽ, എനിക്ക് തന്നെ എന്റെ ജീവിതത്തിൽ തന്നെ ധാരാളം അനുഭവങ്ങൾ. ഈ അടുത്ത ദിവസം ബാംഗ്ലൂരിൽ ഒരു അമുസ്ലിമായ സഹോദരൻ, അദ്ദേഹത്തിന്റെ മകൻ വലിയ ധനാഢ്യനാണ്. അദ്ദേഹത്തിന്റെ മകനിക്ക് കല്യാണം കഴിഞ്ഞിട്ട് 7 വർഷമായി കുട്ടികളില്ല എന്ന് മുഹിമ്മാത്തിനെ സഹായിക്കുന്ന ഒരാളോട് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ മുഹിമ്മാത്തിലേക്ക് എന്തെങ്കിലുമൊക്കെ നേർച്ചയാക്കിക്കോ, ഇൻഷാ അല്ലാഹ് നിങ്ങളെ മകനിക്ക് കുട്ടികൾ ഉണ്ടാകും. അദ്ദേഹം 50,000 രൂപ നേർച്ചയാക്കി. അൽഹംദുലില്ലാഹ് 2 മാസം കഴിഞ്ഞപ്പോ ആ സഹോദരന്റെ, ആ അമുസ്ലിമായ സഹോദരന്റെ മകന്റെ ഭാര്യ ഗർഭിണിയാവുകയാണ്. 1 മാസം മുമ്പ് പ്രസവിച്ചു. കഴിഞ്ഞ ദിവസം എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദെ ക്യാഷ് റെഡിയാണ്, ഉസ്താദ് വന്നിട്ട് വാങ്ങണം. ആ വീട്ടിൽ പോയി ക്യാഷ് വാങ്ങി. ഞാനിത് പറഞ്ഞു എന്തിനാണെന്ന് ചോദിച്ചാൽ, ആ സ്ഥാപനവും ആ സ്ഥാപനത്തിന്റെ ശില്പിയും നമുക്ക് നമ്മുടെ എല്ലാ പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും വലിയ പരിഹാരമാണ് മുഹിമ്മാത്തും ബഹുമാനപ്പെട്ട സയ്യിദ് ത്വാഹിറുൽ അഹ്ദൽ തങ്ങൾ ഉസ്താദും. അള്ളാഹു അവിടുത്തെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ നാട്ടിൽ വലിയ ബർക്കത്ത് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടൊപ്പം നമ്മുടെ മഹലിൽ കുറെ വർഷക്കാലം ഖത്തീബായി സേവനം ചെയ്ത, നമ്മുടെ എല്ലാ പരിപാടികൾക്കും വലിയ നേതൃപരമായ പങ്കുവഹിച്ച ബഹുമാനപ്പെട്ട KSM പയോട്ടത്തങ്ങൾ, നമുക്കൊക്കെ അറിയാം, എന്നെയൊക്കെ മദ്രസയിൽ പഠിപ്പിച്ച ഒരു ഉസ്താദ് കൂടെയായിരുന്നു. അള്ളാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദ് ത്വാഹിറുൽ അഹ്ദൽ തങ്ങളുടെ ചാരത്ത് മുഹിമ്മാത്തിന്റെ മുറ്റത്താണ് ബഹുമാനപ്പെട്ട പയോട്ടത്തങ്ങളും അന്ത്യവിശ്രമം കൊള്ളുന്നത്. അല്ലാഹു തആല അവിടുത്തെ ദറജ വർദ്ധിപ്പിക്കുമാറാകട്ടെ. അവിടത്തോടൊപ്പം സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഈ സമയത്ത് ദുആ ചെയ്യുകയാണ്.